അങ്ങനെ നമ്മുടെ പൊതിച്ചോറിനുള്ള ഐറ്റംസൊക്കെ ഇതാ റെഡി ആയിട്ടോ. ചോറും അച്ചിങ്ങ മെഴുക്കുവരട്ടിയും മാങ്ങാ ചമ്മന്തിയും നാരങ്ങാച്ചാറും മുട്ട പൊരിച്ചതും മീൻ വറുത്തതും പിന്നെ സ്പെഷ്യലായിട്ട് പാവയ്ക്ക വറുത്തരച്ച കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വാട്ടിയ വാഴയിലേക്ക് ചോറും നമ്മുടെ കറികളെല്ലാം വിളമ്പി പൊക്കത്തൊരു മുട്ട പൊരിച്ചയും കൂടി വെച്ച് ഓരോ പൊതികളും പൊതിഞ്ഞത് അമ്മ തന്നെയാട്ടോ. അല്ലെങ്കിലും അമ്മമാർ പൊതിഞ്ഞ് തന്നെ പൊതിച്ചോറിന് ഒരു പ്രത്യേക സ്വാദാണല്ലേ. കൂട്ടത്തിലെ അവരുടെ സ്നേഹം കൂടി വിളമ്പുന്നത് കൊണ്ടായിരിക്കും ഇത്രയും ടേസ്റ്റ് വരുന്നത് അല്ലേ. നമുക്കെല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒന്നാണല്ലേ പൊതിച്ചോറും. അങ്ങനെ 4 പേർക്കുള്ള പൊതിച്ചോറ് സെറ്റായി. ഏകദേശം 1:30 ആവാറായപ്പോൾ തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വരാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് പൊതിച്ചോറ് തുറന്നു. ഈ വാട്ടിയ വാഴയിലയിൽ ഈ ചോറും കൂടി കലർന്ന കറികളൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണല്ലേ. ഞങ്ങളെല്ലാവരും ആസ്വദിച്ചിരുന്ന് കഴിച്ചു കേട്ടോ. കൂട്ടത്തിൽ അപ്പയുടെ അമ്മയുടെ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു. തൂത്ത് പഠിച്ച് കഴിച്ചു ലാസ്റ്റ് ഒരു മീൻ വറുത്ത മാത്രം.